നമുക്കിനി ജപ്പാനിക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ നമുക്ക് പോയിട്ട് ഒരു ജോബ് ചെയ്യാൻ പറ്റും. ഇതിന് ചെറിയൊരു വിസ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ, ഏകദേശം 3000 ജാപ്പനീസ് യെൻ. അതായത് ഇപ്പോൾ INR-ലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 1736 രൂപ മാത്രമേ വരുന്നുള്ളൂ വിസ കോസ്റ്റ് ആയിട്ട്. ഈ ഒരു ചെറിയ ക്യാഷ് കൊണ്ട് നമുക്ക് ഇനി ജപ്പാനിക്ക് പോകാനും അവിടെ പോയിട്ട് ഒരു ജോലി ചെയ്യാനും ഒക്കെ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ പോകാനായിട്ട് യാതൊരു ലാംഗ്വേജ് ടെസ്റ്റും വേണമെന്ന് ഇവർ പറയണില്ല. IELTS, TOEFL, അതുപോലെ തന്നെ ജാപ്പനീസ് ലാംഗ്വേജ് ഈ ഒരു ജോബ് കിട്ടാനൊന്നും ആവശ്യമുണ്ട് എന്നൊന്നും ഇവർ റിക്വയർഡ് ആണെന്നൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു മെൻഷൻ ചെയ്ത ജോബ്സൊക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ജോബൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതും ഒരുപാട് വേക്കൻസികളാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ജപ്പാൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് 2025 ആകുമ്പോഴേക്കും ഏകദേശം 5 ലക്ഷത്തോളം ഫോറിൻ വർക്കേഴ്സിനെ ജപ്പാനിക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്, ജപ്പാൻ നീഡ്സ് ഫോറിൻ വർക്കേഴ്സ് ബിക്കോസ് ദ മെജോറിറ്റി